വിയറ്റ്നാമിൽ സ്വന്തം വീട്ടിൽ പ്രാർത്ഥന നടത്തിയതിന് ക്രൈസ്തവ വിശ്വാസിക്ക് 4.5 വർഷം തടവിന് ശിക്ഷിച്ചതായി റിപ്പോർട്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള രാജ്യത്ത് ക്രൈസ്തവർ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയമാകുന്നുവെന്ന റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നതാണ് പുതിയ വാർത്ത. സെൻട്രൽ ഹൈലാൻഡ് ഇവാഞ്ചലിക്കൽ സമൂഹവുമായി ബന്ധമുള്ള നെയ്വൈ ബ്ലാങ്ക് എന്ന 48-കാരനെയാണ് തടവിന് വിധിച്ചത്. സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾക്ക് പ്രേരിപ്പിച്ചു എന്ന കുറ്റമാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. വിയറ്റ്നാമീസ് സർക്കാർ പ്രാർത്ഥനയെ അവരുടെ അധികാരത്തിനും നിയമസാധുതയ്ക്കും നേരിട്ടുള്ള ഭീഷണിയായാണ് കാണുന്നതെന്ന് ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡ് സംഘടനയുടെ അധ്യക്ഷൻ മെർവിൻ തോമസ് പ്രസ്താവിച്ചു. വിയറ്റ്നാമിലെ മനുഷ്യാവകാശ സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ മതപരവും വംശീയവുമായ വിധത്തിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുന്നതിന്റെ ഉദാഹരണമാണിത്. ഇത് പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ രൂക്ഷമാണെന്നും ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡ് പ്രസ്താവിച്ചു. ബുദ്ധമത വിശ്വാസികൾ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് 9.6 മില്യൺ ക്രൈസ്തവ വിശ്വാസികളുണ്ട്. ലോകത്തെ ക്രൈസ്തവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളെക്കുറിച്ചുള്ള ഓപ്പൺ ഡോർസ് പട്ടികയിൽ 35-ാം സ്ഥാനത്താണ് വിയറ്റ്നാം. സിനഡാത്മകതയെ അധികരിച്ചുള്ള സിനഡ് സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിനൊരുക്കമായി ഇടവക വികാരിമാരായ വൈദികരുടെ ലോക സമ്മേളനം 2024 ഏപ്രിൽ 28 മുതൽ മെയ് 2 വരെ റോമിൽ നടക്കും. കത്തോലിക്ക മെത്രാൻ സംഘങ്ങളും പൗരസ്ത്യ കത്തോലിക്ക സഭകളും തിരഞ്ഞെടുത്തയക്കുന്ന 300ഓളം വൈദികരായിരിക്കും ഇതിൽ സംബന്ധിക്കുക. മെത്രാന്മാരുടെ സിനഡിൻ്റെ പൊതുകാര്യാലയവും വൈദികർക്കായുള്ള സംഘവും സംയുക്തമായി ചേർന്നാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. വടക്കൻ കാശ്മീരിൽ ആയിരങ്ങൾക്ക് വിദ്യാഭ്യാസം പകരുന്നതിൽ നിർണായക പങ്കുവഹിച്ച മിഷണറി സ്കൂൾ ഭരണകൂട വേട്ടയാടലിനെ തുടർന്ന് അടച്ചുപൂട്ടൽ ഭീഷണിയുടെ നടുവിൽ. 118 വർഷം പഴക്കമുള്ള വടക്കൻ കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലുള്ള സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഭരണകൂടത്തിൻ്റെ നിസ്സംഗത പുലർത്തുന്ന നിലപാടിനെ തുടർന്ന് അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരിക്കുന്നത്. നൈജീരിയയിലെ പങ്ക്ഷിൻ രൂപതാ പരിധിയിൽ നിന്ന് 2 കത്തോലിക്ക വൈദികരെ കൂടി തട്ടിക്കൊണ്ടുപോയി. ക്ലരീഷ്യൻ മിഷണറിമാർ എന്നറിയപ്പെടുന്ന മിഷണറി സൺ ഓഫ് ദ ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി കോൺഗ്രിഗേഷൻ അംഗങ്ങളായ ഫാദർ കെന്നത്ത് കൻവ, ഫാദർ ജൂഡ് നവാറ്റ് ചുക്കു എന്നിവരെയാണ് തട്ടിക്കൊണ്ടുപോയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ പാശ്ചാത്യ ലോകത്ത് ക്രൈസ്തവർക്ക് നേരെ 168 മതസ്വാതന്ത്ര്യ ലംഘന കേസുകൾ നടന്നിട്ടുണ്ടെന്ന് ശരിവെക്കുന്ന റിപ്പോർട്ട് പുറത്ത്. പൊതുസ്ഥലത്ത് സുവിശേഷ പ്രഘോഷണം നടത്തിയതിനും പ്രാർത്ഥിച്ചതിനും ലഭിച്ച പിഴയും അറസ്റ്റുകളും ഇതിൽ ഉൾപ്പെടുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.